നമസ്കാരം. അണിയറ ആരംഭിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം കേരളത്തിൽ 3 മാവോയിസ്റ്റ് പ്രവർത്തകരാണ് പോലീസിന്റെ വെടിയേറ്റു മരിച്ചത്. ഭയപ്പെടേണ്ട ശക്തിയായി കേരളത്തിലെ മാവോയിസ്റ്റുകൾ മാറിയിട്ടുണ്ടോ? അണിയറ പരിശോധിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് 2700 കിലോമീറ്റർ ദൂരമുണ്ട് നക്സൽബാരിയിലേക്ക്. എന്താണ് കിലോമീറ്ററിന്റെ കണക്കൊക്കെ എന്നാണോ? കാര്യമുണ്ട്. വയനാട്ടിലെന്നല്ല, രാജ്യത്തെവിടെയും മാവോയിസ്റ്റുകൾ വാർത്തയാകുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് നക്സൽബാരിയാണ്. പശ്ചിമ ബംഗാളിന്റെ വടക്കുഭാഗത്താണ് നക്സൽബാരി എന്ന ഗ്രാമം. 182.02 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. നേപ്പാൾ അതിർത്തിയോട് ചേർന്നാണ് കിടപ്പ്. 2001 സെൻസസ് അനുസരിച്ച് 1,44,915 നക്സൽബാരിയിലെ ജനസംഖ്യ. അത്ര വലിയ വികസനമൊന്നും നക്സൽബാരിയിൽ ഇതുവരെ എത്തിയിട്ടില്ല. കാര്യത്തിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. 1967 അനിവാര്യമായ കലാപമായിരുന്നു 1967 ചൂഷണങ്ങൾക്കെതിരെ കർഷകർ സംഘടിക്കുകയായിരുന്നു. ഭൂമി മുഴുവൻ കൈപ്പിടിയിലൊതുക്കി കർഷകരെ അടക്കി ഭരിച്ചിരുന്ന ജോട്ടേദാർമാർക്കെതിരെ കർഷകർ ആയുധമെടുത്തു. വർഷങ്ങളായി അനുഭവിച്ചു വന്ന ജീവിത പാരതന്ത്ര്യവും ചൂഷണ വ്യവസ്ഥിതിയുമാണ് കർഷക കലാപത്തിലേക്ക് നയിച്ചത്. 1967 മാർച്ച് 3 തന്നെ നിരവധി കർഷക ഗ്രൂപ്പുകൾ ഇതിനായി രൂപം കൊണ്ടു തുടങ്ങിയിരുന്നു. മാർച്ച് 18 കർഷകർ ജോട്ടേദാറുമായി നേർക്കുനേർ ഏറ്റുമുട്ടി തുടങ്ങി. കർഷകർ വലിയ തോതിൽ സംഘടിച്ചു. സായുധ കർഷക പോരാളികൾ കൃഷിഭൂമികൾ കീഴടക്കി മുന്നേറി. കർഷകരെ നേരിടാൻ പോലീസ് എത്തി. 1967 മെയ് 25 പോലീസ് വെടിവയ്പിൽ 9 വനിതകളും ഒരു കുട്ടിയും കൊല്ലപ്പെട്ടു. എന്നാൽ കർഷകരോഷം അടങ്ങിയില്ല. അവർ മുന്നേറ്റം തുടർന്നു. ഡാർജിലിംഗിൽ നിന്നെത്തിയ തേയിലത്തൊഴിലാളികളും കർഷക മുന്നേറ്റത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കർഷക മുന്നേറ്റത്തിന് തടയിടാൻ കേന്ദ്രസേനയെത്തി. 1967 ജൂലൈ 19 പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാക്കൾ അറസ്റ്റിലായി. ചിലർ കൊല്ലപ്പെട്ടു. ചാരു മജുംദാറിനെ പോലെയുള്ളവർ ഒളിവിൽ പോയി. അന്നത്തെ സായുധ കർഷക കലാപത്തെ സഹായിച്ച മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ CPIM-ൽ നിന്ന് പുറത്താക്കി. ചാരു മജുംദാർ, സൗരൺ ബോസ്, മഹാദേവ് മുഖർജി എന്നിവരെല്ലാം പാർട്ടിക്ക് പുറത്തായി. മാവോയിസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ത്യയിലെ നക്സലൈറ്റ് പ്രസ്ഥാനം എന്ന രീതിയിലാണ് ഉയർന്നു വരുന്നത്. ശരിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സോവിയറ്റ് ചേരി, ചൈനീസ് ചേരി എന്ന രീതി ചേരിതിരിവുണ്ടാവുകയും മാവോയുടെ സിദ്ധാന്തങ്ങൾ കൂടുതൽ വിപ്ലവപരമാണെന്ന രീതിയിൽ ലോകവ്യാപകമായിട്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന രീതിയിൽ ലോകവ്യാപകമായി തന്നെ ഉണ്ടാവുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഭാഗത്ത് ഈ നക്സൽബാരി എന്ന സ്ഥലത്ത് ആദ്യത്തെ കലാപം തുടങ്ങുന്നത്. അത് ശരിക്കൊരു ജനകീയ പ്രക്ഷോഭം എന്ന രീതി തുടങ്ങി. പക്ഷേ പിന്നീട് അത് പോലീസിൻ്റെ അടിച്ചമർത്തൽ വന്നപ്പോൾ അതിനെതിരെ ഭീകരവാദ പ്രവർത്തനം എന്ന രീതിയിലുള്ള ഈ ഗറില്ല രീതി, ഒളിപ്പോരുന്ന രീതിയിലേക്ക് മാറുന്നു. 69 കാലത്ത് തന്നെ ആ ഒരു മാറ്റം നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ ഒരു ഭീകരപ്രവർത്തനം എന്ന രീതിയിലാണ് ഇന്ത്യയിലുടനീളം അത് വ്യാപിച്ചത്. ആ കാലഘട്ടത്തിൽ 70-71 കാലഘട്ടം വരെയും ഇന്ത്യയിലുടനീളം തന്നെ വ്യാപിക്കേണ്ടത്. കേരളത്തിലും നക്സലൈറ്റ് പ്രസ്ഥാനം സജീവമാവുന്നത് ആ കാലഘട്ടത്തിലാണ്. 68 മുതൽ 70-71 വരെയുള്ള കാലഘട്ടം. നക്സൽബാരി പരാജയപ്പെട്ട വിപ്ലവ പാഠമാണ്. എന്നാൽ ഇന്ത്യയിലെ തീവ്ര ഇടതുബോധത്തിന് അത് പകർന്ന കരുത്ത് ചെറുതല്ല. സായുധ കലാപത്തിലൂടെ ജനങ്ങളുടെ രാജ്യം നിർമ്മിക്കാൻ ഇറങ്ങി തിരിച്ചടി നേരിട്ടതിന്റെ ചരിത്രമാണ് നക്സൽബാരി. 52 വർഷങ്ങൾക്കിപ്പുറവും നക്സൽബാരിയുടെ ജീവിതയിടങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല.
നക്സൽബാരിയുടെ പരാജയശേഷം രൂപം കൊണ്ട CPI-ML ആണ് 1975 മുതൽ ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് തുടങ്ങി ചുരുക്കം ചില സംസ്ഥാനങ്ങളിലെ ചില മേഖലകളിൽ അവർ സ്വാധീന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ആശയ വ്യക്തി താൽപര്യങ്ങൾ കൂടുതൽ പിളർപ്പുകൾക്ക് കാരണമായി. പീപ്പിൾസ് വാർ ഗ്രൂപ്പും മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്ററുമൊക്കെ രൂപം കൊണ്ടു. 2004 ഈ രണ്ട് ഗ്രൂപ്പുകളിൽ ലയിച്ച് CPI മാവോയിസ്റ്റ് രൂപം കൊണ്ടു. ഇപ്പോൾ ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ ചില ജില്ലകളിൽ നിർണായക സ്വാധീനമുണ്ട് ഇവർക്ക്. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ശ്രമം. കേരളവും തമിഴ്നാടും കർണാടകവുമൊക്കെ മാവോയിസ്റ്റുകളുടെ ചുവപ്പനിടനാഴികളിൽ പെടുന്നു. സർക്കാരുകളെ ശിഥിലമാക്കി അധികാര കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയാണ് മാവോയിസ്റ്റുകളുടെ ലക്ഷ്യം. 1996 മുതലുള്ള കണക്കെടുത്താൽ രാജ്യത്ത് മാവോയിസ്റ്റ് ആക്രമണത്തിൽ 14,369 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 3,440 വിവിധ സേനാംഗങ്ങളും 8,051 സാധാരണക്കാരും ഉൾപ്പെടുന്നു. ആയുധം കൊണ്ട് മാത്രമല്ല മാവോയിസ്റ്റുകളെ നേരിടേണ്ടത് എന്ന ബോധത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത് ഈ അടുത്ത കാലത്താണ്. 2009 രാജ്യത്ത് മാവോയിസ്റ്റ് ആക്രമണങ്ങൾ വർദ്ധിച്ചപ്പോൾ 2009 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ ഒരു പുതിയ പദ്ധതി തയ്യാറാക്കി. ഇന്റഗ്രേറ്റഡ് ആക്ഷൻ പ്ലാൻ എന്ന പേരിൽ. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന മേഖലകളുടെ സമഗ്ര വികസനവും ലക്ഷ്യമിട്ട് പദ്ധതികൾ നടപ്പിലാക്കുകയായിരുന്നു ലക്ഷ്യം. പിന്നാക്കാവസ്ഥയും ജീവിത ബുദ്ധിമുട്ടുകളും മുതലെടുത്തു വളർന്ന മാവോയിസത്തെ വികസന പദ്ധതികൾ കൊണ്ട് ചെറുക്കാനുള്ള കേന്ദ്ര നീക്കം വിജയം കണ്ടു. ഒരു വർഷത്തിനകം 2010 മാവോയിസ്റ്റ് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് കർണാടക ഒഴിവാക്കപ്പെട്ടു. 2011 എത്തുമ്പോഴേക്കും രാജ്യത്തെ മാവോയിസ്റ്റ് സ്വാധീനം വീണ്ടും കുറഞ്ഞു. 9 സംസ്ഥാനങ്ങളിലെ 83 ജില്ലകളിലേക്ക് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ചുരുങ്ങിപ്പോയി. കേരളം ഒരിക്കലും മാവോയിസ്റ്റ് ബാധിത സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ 3 വർഷത്തിനിടെ 3 മാവോയിസ്റ്റ് നേതാക്കൾ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് കേരളത്തിൽ തന്നെയാണ്. 2016 CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജും കാവേരി എന്ന അജിതയും വെടിയേറ്റു മരിച്ചത് നിലമ്പൂർ കാട്ടിലാണ്. ഒടുവിലിപ്പോൾ കബരീദളം നേതാവ് CP ജലീൽ വയനാട്ടിലും. പോലീസിൻ്റെ നടപടി ഈ കാര്യത്തിൽ ഏറെക്കുറെ നമ്മുടെ ഈ നിലമ്പൂരുണ്ടായിട്ടുള്ള ഏറെക്കുറെ അതിന് സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിട്ടുള്ള ഒരു ചതിയാണ് നടന്നത്. അവരുടെ അടുത്ത് ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പിന്നെ മാരകായുധങ്ങളുണ്ടായി, ആധുനിക ആയുധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മരിച്ചതിന് ശേഷം ഒരു നാടൻ തോക്ക് കൊണ്ടുപോയി വെക്കുകയത്. വർഗീസിനെ വെടിവെച്ച് വന്നപ്പോഴും അവർ ആ പണി ചെയ്തിട്ടുണ്ട്. കേശവ മോസ് ആണ് ആ നാടൻ തോക്ക് കൊണ്ട് കൊടുത്തതെന്ന് വരെ ഞങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു നാടൻ തോക്ക് കൊണ്ട് ആധുനിക ആയുധങ്ങളായിട്ട് മാവോയിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടത് നാടൻ തോക്കാണ്. അതുമാത്രമല്ല പിന്നിന്നാണ് വെടി. അപ്പം വളരെ കൃത്യമായിട്ട് പ്ലാനിട്ട് ആയിട്ടാണ് അവർ പിന്നെ വാസത്തിൽ പണിയൊപ്പിച്ചിട്ടുള്ളത്. നക്സലിസത്തിന് കേരളത്തിൽ വേരോട്ടമുണ്ടായിട്ടേയില്ല. ചുരുക്കം ആളുകളിൽ വേരോടിയ ഒരാശയ സംഹിത മാത്രമായിരുന്നു കേരളത്തിൽ നക്സലിസം. നക്സൽബാരി സംഭവകാലത്തും ശേഷവും വസന്തത്തിന്റെ ഇടിമുഴക്കം സ്വപ്നം കണ്ട കുറേ പേർ കേരളത്തിലുണ്ടായിരുന്നു. വയനാട്ടിലെ ആദിവാസി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വർഗീസിനെ പോലെ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി പോരാടാനിറങ്ങിയ വർഗീസിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു 1970 ഫെബ്രുവരി 17. 1960കളുടെ ഒടുവിൽ
കേരളത്തിൽ 2 പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങൾ നടന്നു. രണ്ടിൻ്റെയും നേതൃസ്ഥാനത്ത് കെ അജിതയുണ്ടായിരുന്നു. 1968 നവംബർ 22-നായിരുന്നു തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം. 1968 നവംബർ 24-ന് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ 2 പോലീസുകാർ കൊല്ലപ്പെട്ടു. നേതാക്കൾ അറസ്റ്റിലായതോടെ കേരളത്തിലെ മാവോയിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം പേരിനു മാത്രമായി ചുരുങ്ങി. കേരളത്തിലെ മാവോയിസ്റ്റ് സാന്നിധ്യം ചർച്ചയായിട്ട് 9 വർഷം പിന്നിടുകയാണ്. 2010 ജൂലൈ 8-ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന്റെ പ്രഷർ വാൽവുകൾ തകർത്തതോടെയായിരുന്നു അത്. അക്രമത്തിനു പിന്നിൽ ജനശ്രദ്ധയാകർഷിക്കാനുള്ള മാവോയിസ്റ്റ് തന്ത്രമെന്നായിരുന്നു വിലയിരുത്തൽ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാടുകളാണ് മാവോയിസ്റ്റ് സങ്കേതമായി മാറിയത്. കർണാടക, തമിഴ്നാട് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്നതും വയനാട്ടിലേക്കും പാലക്കാട്ടേക്കും എളുപ്പത്തിൽ കടക്കാൻ കഴിയുന്നതുമാണ് നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെ എത്തിച്ചത്. സുരക്ഷിത വനമേഖലയായിട്ടാണ് നിലമ്പൂരിനെ മാവോയിസ്റ്റുകൾ കണ്ടത് 2016 വരെയും. ആ മേഖലയിൽ മാവോയിസ്റ്റ് പ്രവർത്തനം കുറച്ച് നാളായി ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ശരി തന്നെയാണ്. അതായത് അവിടെ ഈ മാവോയിസ്റ്റുകളുടെ ഒരു നീക്കം ഉണ്ടായിരുന്നത് ഈ തമിഴ്നാട്, കർണാടക, കേരള അതിർത്തിയിൽ അവർക്കൊരു ബോർഡർ കമ്മിറ്റി രൂപീകരിക്കുക എന്നും പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അങ്ങനത്തെ ഒരു ബോർഡർ കമ്മിറ്റി അന്ന് നേരത്തെ നിലമ്പൂർ സംഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ ബോർഡർ കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം ഒരു പ്രവർത്തനമാണ് അവരുടെ പ്രവർത്തന ശൈലിയിലുള്ളത്. ആ ബോർഡർ കമ്മിറ്റി ഇപ്പോഴും സജീവമാണ്, പക്ഷേ വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജനങ്ങളുടെ ഇടയിൽ അധികം ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടൊരു വ്യാപകമായ ഒരു അടിത്തറ സൃഷ്ടിക്കാനൊന്നും അവർക്ക് ഇത്രയും നാളായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതേസമയം തന്നെ അവരുടെ സാന്നിധ്യം ഉണ്ട് താനും. നിലമ്പൂർ കാടിനോട് ചേർന്നുള്ള ആദിവാസി കോളനികളെയാണ് ഭക്ഷണത്തിനടക്കം തുടക്കത്തിൽ മാവോയിസ്റ്റുകൾ ആശ്രയിച്ചത്. നിലമ്പൂർ കേന്ദ്രമാക്കുമ്പോഴും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലും വയനാട്ടിലും സ്വാധീനമുണ്ടാക്കാൻ മാവോയിസ്റ്റുകൾ ശ്രമിച്ചു. ഇതിനായി പോസ്റ്റർ പ്രചാരണവും ലഘുലേഖ പ്രചരിപ്പിക്കലുമൊക്കെ നടത്തി. എന്നാൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ മാവോയിസ്റ്റുകൾക്ക് കഴിഞ്ഞില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ അത്യധികം ശോചനീയമായ ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നതും ഭൂമി പ്രശ്നമടക്കം വൻ സാധ്യതകൾ ഇല്ലാതിരുന്നതും ആദിവാസികളെ മാവോയിസ്റ്റുകളിൽ നിന്നകറ്റി. അതോടെ സാന്നിധ്യം അറിയിക്കാനുള്ള നിരന്തര ശ്രമങ്ങളിലേക്ക് അവർ കടന്നു. ചെറിയ ആക്രമണങ്ങളിലൂടെയായിരുന്നു അത്. വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ പലപ്പോഴായി ഇത്തരത്തിൽ ചെറു ആക്രമണങ്ങൾ നടന്നു. അപ്പോഴും കേരളത്തിലെ പൊതുസമൂഹം വലിയ ഗൗരവത്തോടെ മാവോയിസ്റ്റ് സാന്നിധ്യത്തെ കണ്ടില്ല. പൊതുവിൽ മലയാളി സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയുണ്ട്. കാരണം താരതമ്യേന ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ സ്വാധീനം ശക്തമായിട്ടുണ്ട്. ഇങ്ങനൊരു അക്രമ രാഷ്ട്രീയവും ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയവും കൊണ്ട് വലിയ ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമായി കേരളം വലിയൊരു പരിധിവരെ മാറിയിട്ടുണ്ട്. ആ ഒരു രാഷ്ട്രീയവൽക്കരണമാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. അതുകൊണ്ടാണ് അവർക്ക് വ്യാപക അടിത്തറ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ നിലമ്പൂർ ഇപ്പോൾ പറഞ്ഞ 3 സംസ്ഥാനങ്ങളുടെയും കൂടി അതിർത്തി മേഖല എന്നൊക്കെ പറയുന്നത് താരതമ്യേന പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ്. വനപ്രദേശങ്ങളും ആദിവാസികളൊക്കെ കൂടിയുള്ളത്. പക്ഷേ അവരുടെ ഇടയിൽ പോലും ആദിവാസികളുടെ ഇപ്പോൾ ഇവിടുത്തെ ആദിവാസികളെന്ന രീതിയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്വഭാവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഇവരുടെ പ്രവർത്തന ശൈലി അവരിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാവോയിസ്റ്റ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് നേരിടുകയാണ് ഞങ്ങൾ പൊതുവെ ചെയ്യുന്നത്. മാവോയിസ്റ്റുകൾ ഉയർത്തുന്ന തെറ്റായ രാഷ്ട്രീയ സമീപനങ്ങളെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ വേണ്ടി കഴിയണം. ഇന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ ജനപിന്തുണയും ഇല്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രളയകാലത്ത് ആദിവാസികൾക്ക് കൊടുത്ത അരി എടുത്തിട്ട് പോവുക, രാത്രി തോക്ക് ചൂണ്ടി ആളുകളുടെ ഭക്ഷണം ചോദിക്കുക, തോക്ക് ചൂണ്ടി സായുധരായിട്ട് വന്നിട്ട് പണം വേണമെന്ന് പറയുക, ഇതൊന്നും ഈ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയൊന്നും കേരളം അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രാഷ്ട്രീയ പിന്തുണയുണ്ട് എന്നും ജനപിന്തുണയുണ്ടെന്നും പറയാൻ വേണ്ടി കഴിയില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വാണ്ടറിങ് ഗ്രൂപ്പാണത്.
തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കുറച്ച് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുമായിട്ടൊരു വാണ്ടറിങ് ഗ്രൂപ്പാണ്. ആ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 2014 നവംബർ 23 പാലക്കാടും വയനാടും 3 ആക്രമണങ്ങളുണ്ടായി. ഒരുപാട് കാലത്തിന് ശേഷം മാവോയിസ്റ്റ് എന്ന വാക്ക് ഒരു ശരാശരി മലയാളി ശ്രദ്ധിച്ചു തുടങ്ങുന്നത് 2014 2014 ഡിസംബർ 7 വയനാട്ടിലെ തൊണ്ടർനാട് ചപ്പക്കോളനിയിൽ ഡിവൈഎസ്പി ഉൾപ്പെട്ട പോലീസ് സംഘവും മാവോയിസ്റ്റുകളും നേർക്കുനേർ പോരടിച്ചു. ഏറ്റുമുട്ടലിന് ശേഷം മട്ടിലയത്ത് പോലീസുകാരന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബൈക്ക് കത്തിച്ചു. അതിന് നേതൃത്വം നൽകിയ രൂപേഷ് ഉൾപ്പെടെയുള്ളവർ പിന്നീട് പോലീസ് പിടിയിലായി. ഇതിനിടെ മാവോയിസ്റ്റുകളെ നേരിടാൻ പ്രത്യേക തണ്ടർബോൾട്ട് സംഘത്തെ നിയോഗിച്ചു. 2015 പൂക്കോട്ടുപാടം TK കോളനി, കരുളായി വനം എന്നിവിടങ്ങളിലെത്തിയ മാവോയിസ്റ്റുകളുമായി പോലീസ് നേരിട്ട് ഏറ്റുമുട്ടിയിരുന്നു. കരുളായി മുണ്ടക്കടവിൽ മാവോയിസ്റ്റുകൾ പോലീസിന് നേരെ വെടിയുതിർക്കുകയും കരുവാരക്കുണ്ട് സ്റ്റേഷനിലെ ജീപ്പ് തകർക്കുകയും ചെയ്തു. 2016 2 മാവോയിസ്റ്റുകൾ നിലമ്പൂരിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത കേരളത്തെ ഞെട്ടിച്ചു. നമ്മുടെ നാട്ടിലും മാവോയിസ്റ്റുകൾ ശക്തിയായി മാറുകയാണോ എന്ന് ചിലരെങ്കിലും ഭയപ്പെട്ടു. 2016 നവംബർ 24 നിലമ്പൂർ കരുളായി വനത്തിലെ പോലീസ് വെടിവയ്പ്. മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജും തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗം അജിതയും ആ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. മാവോയിസ്റ്റുകൾ ക്യാമ്പ് ചെയ്ത് ആയുധ പരിശീലനം നടത്തുന്നതായുള്ള രഹസ്യവിവരം കിട്ടിയെന്നും പരിശോധനയ്ക്കിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ കുപ്പു ദേവരാജും അജിതയും കൊല്ലപ്പെട്ടെന്നുമാണ് തണ്ടർബോൾട്ട് നൽകിയ വിശദീകരണം. എന്നാൽ ഇത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന ആരോപണവും ഉയർന്നു. അതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റുമുട്ടൽ കൊലയ്ക്ക് ശേഷം പലപ്പോഴായി മലപ്പുറം, പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇടയ്ക്കിടെ മാവോവാദി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ ഒരു പ്രത്യേക ജനാധിപത്യ രീതി അല്ലാത്ത ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രവർത്തന ശൈലി, ഒരു തീവ്രവാദ രാഷ്ട്രീയ പ്രവർത്തന ശൈലി അവർ നടപ്പിലാക്കുകയാണ്. അതിനോട് നാട് അതിനോട് യോജിച്ച് നിൽക്കുന്നേയില്ല, ഗവൺമെൻറ്റും അതിനോട് യോജിക്കുന്നില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസിന് അതൊക്കെ കഴിയും, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. 2017 ഓഗസ്റ്റ് 17 എടക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുളക്കപ്പാറ ഔട്ട്പോസ്റ്റിന് സമീപം മാവോയിസ്റ്റുകളെ കണ്ടെന്ന് ആദിവാസികൾ മൊഴി നൽകിയിരുന്നു. 2018 ഫെബ്രുവരി 12 നിലമ്പൂരിൽ ഒരു വനിതയുൾപ്പെടെ 4 അംഗ മാവോയിസ്റ്റ് സംഘം എത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2018 ഡിസംബർ 2 നിലമ്പൂർ കാടുകളിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഡിസംബർ 9 10 കരുളായി വനത്തിലെ പടിക്ക സ്റ്റേഷൻ പരിധിയിൽ മാവോയിസ്റ്റുകളെ കണ്ടതായി ആദിവാസികൾ അറിയിച്ചു. ഈ വർഷവും നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെത്തി. ജനുവരി 4 നാടുകാണി ദളം കമാൻഡർ വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. ജനുവരി 15 വാണിയമ്പുഴ ആദിവാസി കോളനിയിലെത്തിയ സംഘം ക്ലാസ് എടുത്താണ് മടങ്ങിയത്. സർക്കാർ വിരുദ്ധ പോസ്റ്ററുകളും പതിച്ചു. വയനാട്ടിൽ ആദ്യം വെടിവെച്ചത് പോലീസാണോ മാവോയിസ്റ്റുകളാണോ എന്ന തർക്കം നിലനിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. കൊന്നു തള്ളാൻ മാത്രം അക്രമകാരികളാണോ കേരളത്തിലെ മാവോയിസ്റ്റുകൾ എന്നതാണ് ചോദ്യം. വയനാട്ടിലോ മലപ്പുറത്തോ മാവോയിസ്റ്റുകൾ പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആക്രമിച്ചിട്ടുമില്ല. ഭരണകൂട വിരുദ്ധ പോസ്റ്ററുകൾ പതിക്കുകയും ആശയപ്രചാരണം നടത്തുകയുമാണ് ചെയ്തു വന്നിരുന്നത്. വയനാട് ലക്കിടി ഭുവൻ റിസോർട്ടിലെത്തിയ സംഘം ഭക്ഷണവും പണവും ആവശ്യപ്പെട്ടെന്നാണ് റിസോർട്ട് ജീവനക്കാർ പറയുന്നത്. പിന്നീട് ജീവനക്കാരുടെ മൊഴിമാറ്റവുമുണ്ടായി. ആദ്യം വെടിവെച്ചത് പോലീസാണോ മാവോയിസ്റ്റുകളാണോ എന്നത് ഇപ്പോൾ ഒരു തർക്ക വിഷയമാണ്. ബോഡിയുടെ കിടപ്പും ഇവർ പറയുന്ന കഥകളും മൊത്തത്തിലുള്ള സാഹചര്യം നോക്കിയിട്ട് ഇതൊരു വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണെന്നും യഥാർത്ഥത്തിൽ ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടായത് അന്നത്തെ സാഹചര്യം വെച്ച്. അതാണ് ഞാനന്ന് ഉന്നയിച്ചതും. പ്രാണരക്ഷാർത്ഥം തിരികെ വെടിയുതിർത്തു എന്നാണ് പോലീസിന്റെ വിശദീകരണം. ജലീൽ കടന്നു വരികയും ഈ കൗണ്ടറിനകത്ത് സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ മാത്രം CC ക്യാമറ മാത്രം എന്തുകൊണ്ട് പുറത്തുവിടുന്നു? എന്തുകൊണ്ടാണ് മുഴുവൻ CC ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവിടാത്തത്? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യം മൊത്തത്തിൽ ദുരൂഹമാണ്. അതിൻ്റെ
മേലെ നിൽക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ദൃക്സാക്ഷി പറഞ്ഞു കഴിഞ്ഞു ഏകപക്ഷീയമായ വെടിവെപ്പാണ്. ഇനി വേറൊന്നിനും പ്രസക്തിയില്ല. വെടിവെച്ച് കൊലപ്പെടുത്താൻ മാത്രം അക്രമകാരികളായിരുന്നോ കേരളത്തിലെ മാവോയിസ്റ്റുകൾ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ആ രീതിയിൽ ഈ കാര്യത്തിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് 40കളിൽ നിന്ന് കണ്ടവനാണ് ഞാൻ. 40കളിൽ അവർ പോലീസ് മർദ്ദനം സഹിച്ചത്. പിന്നെ 40ഓളം സാക്കളെയാണ് സേലം ജയിലിൽ കൊന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവർക്ക് മാസത്തിൽ ശരി ഞങ്ങൾക്ക് പിടിക്കാൻ തോക്കായിട്ടാണ് ഇവർ നടക്കുന്നത്, പിടിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വളരെ കൃത്യമായിട്ട് തലക്ക് കൊള്ളിച്ചല്ലോ, അവർക്ക് കാലിന് വെടിവെക്കാലോ, അരക്ക് താഴെ വെടിവെക്കാലോ, അത് ജീവൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യത്വം പോലും അവർ കാണിച്ചില്ല. അവർ ചെയ്തത് വളരെ കൃത്യമായിട്ട് പിന്നെ കൊല്ലാൻ വേണ്ടി വെടിവെക്കുകയാണ് അവർ ചെയ്തത്. കേരളത്തിലെവിടെയും അല്പമെങ്കിലും സ്വാധീനമുറപ്പിക്കാൻ മാവോയിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ആദിവാസി കോളനികളിൽ നിന്ന് അവർ തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്തത്. അത്തരമൊരു സംഘത്തെ വല്ലാതെ ഭയപ്പെടേണ്ടതുണ്ടോ ഭരണകൂടം? 2200 കോടി ഉറുപ്പിയാണ് ഈ കോടീശ്വരന്മാരുടെ വരുമാനം. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഞങ്ങൾ പറയുന്നതല്ല, ഓക്സ്ഫാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ലോക രാജ്യങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പരിഗണിക്കുന്ന ആ സംഘടനയാണ്. അവർ പറയുന്നത് രാജ്യം വളരെ സങ്കീർണമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കീർണമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന് ലോക സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആ സംഘടനയാണ് പറയുന്നത്, നമ്മളെ ഇന്ത്യയിലെ നക്സലൈറ്റുകളല്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഒരു പോരാട്ടത്തിലൂടെ അല്ലാണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. മാവോയിസത്തിന് വേരോട്ടമുണ്ടായ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതിയല്ല കേരളത്തിൽ. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആയുധ പോരാട്ട സംഹിത ഇവിടെ സ്വാഭാവികമായി തിരസ്കരിക്കപ്പെടുകയുള്ളൂ. അത് അനിവാര്യവുമാണ്. കേരളത്തിൽ ഒരു പൗരന് നേരെയും മാവോയിസ്റ്റുകളുടെ തോക്കിൻകുഴൽ നീണ്ടിട്ടില്ല. എന്നിട്ടും വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. എന്തിനാണ് പിണറായി വിജയന്റെ പോലീസ് മാവോയിസ്റ്റുകളെ വെടിവെച്ച് വീഴ്ത്തുന്നത്? മാവോയിസത്തിന് വളരാൻ പറ്റിയ സാഹചര്യം കേരളത്തിലെ ഏറ്റവും പിന്നാക്ക മേഖലകളിൽ പോലുമില്ല. എവിടെയെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ തിരുത്തണം. കൊന്നുതള്ളിയല്ല ഒരു ഭരണകൂടം, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, നാടിന്റെ കാവൽക്കാരാകേണ്ടത്. അണിയറ പൂർത്തിയാവുകയാണ്. നമസ്കാരം.